ലിജോ, അതീവ ദുഃഖകരമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ പ്രഭാതം കടന്നു പോകുന്നത്. ഒരു കൂട്ടത്തല്ലിനെ തുടർന്ന് ഒരു വിദ്യാർത്ഥി മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. അതും അതിനുശേഷമുള്ള വാട്സപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ചാറ്റുകൾ പുറത്തു വരുമ്പോൾ അതിൽ ഒരു അല്പം പോലും അനുതാപം ഇല്ലാതെ സംസാരിക്കുന്ന ഈ കൂട്ടത്തല്ലിൽ ഏർപ്പെട്ട വിദ്യാർത്ഥികളുടെ ശബ്ദ സംഭാഷണം പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം. എത്തരത്തിലാണ് ലിജോ ഈ കാര്യങ്ങളെയൊക്കെ നോക്കിക്കാണാൻ സാധിക്കുന്നത്? ഈ സംഭവത്തെ പറ്റി ലിജോയ്ക്ക് അറിയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? വാർത്തയാണ് ഇന്ന് രാവിലെ തന്നെ പുറത്തു വരുന്നത്. ഒരു 15 വയസ്സുകാരൻ, അവർ അത്രയും തന്നെ പ്രായമുള്ള കുട്ടികൾ, അതും ട്യൂഷൻ സെന്ററിൽ വെച്ച് തന്നെ പഠിക്കാൻ പോയ സ്ഥലത്ത് വെച്ച് ഒരു ആക്രമണം ഉണ്ടാവുകയും പരസ്പരം തമ്മിലടിച്ച് ഒരാൾ തലയ്ക്ക് പിറകിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നീട് ഇന്നലെ രാത്രിയോടുകൂടി 12:30 മരിക്കുകയും ചെയ്തു എന്നുള്ള വാർത്തയാണ് ഇന്ന് രാവിലെ എല്ലാവരും കേൾക്കുന്നത്. നേരത്തെ സംഗീത സൂചിപ്പിച്ച പോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോഴും അവർ കുട്ടികളാണെന്നതും അതോടൊപ്പം തന്നെ ഒരു കൂട്ടത്തല്ലിനിടയിൽ ഒരാൾ മരിച്ചതുകൊണ്ട് തന്നെ വലിയ കേസുണ്ടാകില്ല എന്നും അവർ പറയുന്നത് പോലും കേൾക്കാവുന്ന ചാറ്റുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ തരത്തിൽ ഇവർ തമ്മിലുള്ള സംഘർഷത്തെ പോലും വളരെ ലഘൂകരിക്കുന്ന തരത്തിലാണ് കുട്ടികൾ സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത. കാരണം ഇത്തരത്തിലൊരു സംഭവം നടന്നതിനെ വളരെ ലഘൂകരിച്ച് തന്നെയാണ് അവർ ഇപ്പോഴും സംസാരിക്കുന്നത്. ഏതായാലും ഷഹബാസിനെ സംബന്ധിച്ചിടത്തോളം ഷഹബാസിന്റെ കുടുംബത്തിന് വലിയ നഷ്ടമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു സംഘർഷം ഉണ്ടാവുന്നു. ആ സംഘർഷത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. ഷഹബാസ് വീട്ടിൽ വരുന്നു. വീട്ടിൽ വന്ന ശേഷം അവിടെ ആദ്യം കുറെ നേരം ഈ പരിക്ക് പറ്റിയെങ്കിലും തളർന്നിരിക്കുന്ന സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നു, പറയാതിരിക്കുന്നു. അങ്ങനെ തന്നെ കുറെ സമയം ഷഹബാസിന്റെ കയ്യിൽ നിന്നും പോയി. അങ്ങനെ പിന്നീട് ഗുരുതരമായി അല്ലെങ്കിൽ ഈ ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് പിന്നീട് ആശുപത്രിയിലെത്തും, പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സക്കായി കൊണ്ടുപോവുകയും ചെയ്യുന്നു. ആ സമയമാകുമ്പോൾ തലയ്ക്ക് പിന്നിൽ ആണ് മർദ്ദനമേറ്റത്. ശക്തമായ മർദ്ദനത്തെ തുടർന്ന് തലച്ചോറ് തന്നെ ക്ഷതമുണ്ടാവുകയും അങ്ങനെ മരിക്കുകയുമായിരുന്നു. ആ തരത്തിൽ ഒരു സംഘർഷത്തിന്റെ ബാക്കി എന്ന നിലയ്ക്ക് ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം. ഇതിപ്പോൾ കോഴിക്കോട് തന്നെ ഇത് ആദ്യത്തെ സംഭവമല്ല. ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ തന്നെ 4-5 സംഭവം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് പുറത്തു വന്ന വാർത്തകൾ അത്രയും സംഭവങ്ങൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇനിയും പുറത്തു വരാത്ത വാർത്തകൾ വേറെയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ പോലും, അതായത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ തൊട്ട് അതിന് പുറകോട്ടുള്ള കുട്ടികൾ പോലും വലിയ തരത്തിൽ സംഘം ചേർന്ന് മർദ്ദനത്തിന് ഇരയാവുക അല്ലെങ്കിൽ അത്തരത്തിൽ മർദ്ദിക്കാൻ മുതിരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള വാർത്തകൾ കാണുന്നത്. അങ്ങനെ അതൊരു കുട്ടിക്കളി എന്ന നിലയിൽ നിന്ന് അത് വലിയൊരു സംഭവമായി മാറുകയും ഒരാളുടെ ജീവൻ നഷ്ടമാകുന്ന തരത്തിൽ പോലെ അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേൽക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്ത റിപ്പോർട്ട് ചെയ്തതിൽ പല ആളുകൾക്കും ഗുരുതരമായി മുഖത്തിനും കണ്ണിനും ഒക്കെ പരിക്കേറ്റ ആളുകളുണ്ട്. ചെവിക്ക് കേൾവി ശക്തി കുറഞ്ഞ ആളുകളുണ്ട്. ആ തരത്തിലൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഇര എന്നത് ഈ ഷഹബാസാണ്. ഷഹബാസ് എന്ന 15-കാരൻ മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഓഡിയോ സന്ദേശത്തിൽ തന്നെ ഉണ്ട്, ഞാൻ അവനെ അതിഭീകരമായി മർദ്ദിച്ചിട്ടുണ്ട്, അവന്റെ കണ്ണു പോയി നോക്ക് എന്ന് പറയുന്നുണ്ട്. ആ തരത്തിൽ അതിക്രൂരമായി തന്നെ ഞാൻ കൊല്ലുമെന്ന് തന്നെ പറയുന്ന കുട്ടികളെ നമുക്ക് കാണാം. അവർക്കൊക്കെയും ഏതാണ്ട് 15 വയസ്സ് പ്രായമുള്ള ട്യൂഷൻ സെന്ററിൽ വന്ന കുട്ടികളാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇതൊരു ഗുരുതരമായൊരു സാമൂഹ്യ പ്രശ്നം എന്ന നിലയ്ക്ക് തന്നെ കാണേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ വരികയും സ്കൂളിലേക്ക് തീർച്ചയായും ലിജോ, ഈ ഗുരുതരമായ സാമൂഹ്യ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പൊക്കെ റാഗിങ്ങിന്റെ പേരിൽ, ഈ അടുത്തിടയ്ക്കും നമ്മൾ റാഗിങ്ങിന്റെ പേരിലുള്ള ക്രൂരമർദ്ദനവും അതേ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ലിജോ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും ഒടുവിലായി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ വിദ്യാർത്ഥികൾ തമ്മിലുള്ള കൂട്ടത്തല്ലുകൾ നമ്മൾ തന്നെ വിവിധ ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇതിൽ ഈ ശബ്ദ സന്ദേശത്തിൽ കൂട്ടത്തല്ലിൽ മരിച്ചു കഴിഞ്ഞാൽ കേസില്ല എന്ന് പറയുന്ന ആ വരിയിൽ അവർ ആ ഒരു കാര്യത്തെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് മരണം സംഭവിച്ചേക്കാം എന്ന് പ്രതീക്ഷിക്കുമ്പോൾ പോലും അതിലൊരു ലെവലേശം ഒരു ഭയപ്പാടോ അല്ലെങ്കിൽ അവൻ മരണപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ഭയപ്പാടോ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ചെയ്തതാണ് അങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പോലുമുള്ള ഒരു കാര്യം ഒരു 15 വയസ്സുകാരൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല. അതല്ലാത്ത മറ്റൊരു ഇതിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടാം, എങ്ങനെയും ജീവിതം സുഗമമായി മുൻപോട്ട് പോകും എന്നുള്ള തരത്തിലുള്ള കാഴ്ചപ്പാട് നമ്മുടെ ഒരു പുതിയ തലമുറയെ സംബന്ധിച്ച് അത് വലിയ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ അഫക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനെ എത്തരത്തിലാണ് ലിജോ നോക്കിക്കാണാനാവുക?
ഇതിലിപ്പോൾ 15 വയസ്സുള്ള ആളുകളാണ്. 18 വയസ്സിൽ താഴെയുള്ള ആളുകൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അവരായിരിക്കും ഈ കേസ്, അവിടേക്കാണ് ഈ കേസ് പോവുക. അങ്ങനെ ആ കാര്യങ്ങൾ മുതൽ വളരെ കൃത്യമായി നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് അറിവുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടുകൂടി തന്നെയാണ് ഇത് കൂട്ടത്തല്ലാണ്, അതുകൊണ്ട് തന്നെ വലിയ കേസുകൾ ഉണ്ടാവില്ല എന്ന തരത്തിലേക്ക് ഒരു ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷഹബാസിനെ സംബന്ധിച്ചിടത്തോളം ഈ മരിച്ച കുട്ടി ആ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന ആളല്ല, അത് പുറത്ത് മറ്റു കുട്ടികൾ അവിടെ പഠിക്കുന്ന ആളുകൾ. എന്നാൽ ഇവർ നേരത്തെ തന്നെ ചില അസ്വാരസ്യങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ വാട്സപ്പ് സന്ദേശങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാട്സപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം സന്ദേശങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരാളെ അവിടെ വരിക ഈ ഷഹബാസിന്റെ കുടുംബം വ്യക്തമാക്കുന്നത് അവിടേക്ക് വിളിച്ചു വരുത്തി ആക്രമിച്ചു എന്നുള്ള നിലയ്ക്കാണ്. അതായത് അവിടെ ഒരു സെന്റ് ഓഫ് പാർട്ടി നടക്കുന്നുണ്ടായിരുന്നു. സെന്റ് ഓഫ് പാർട്ടി നടക്കുന്നു, അതിനിടയിലേക്ക് ഷഹബാസിനെ വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് ആക്രമിക്കുകയും ചെയ്തു എന്ന നിലക്കാണ് കുടുംബം ആരോപിക്കുന്നത്. സ്വാഭാവികമായും പോലീസ് ഇക്കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. അതായത് വളരെ വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും, അതായത് ഒരു 15 വയസ്സ് പ്രായമുള്ള കുട്ടികൾ തമ്മിലുള്ള ഇടപാടുകൾ എന്നത് വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ അല്ലെങ്കിൽ പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അധ്യാപകരോടോ രക്ഷിതാക്കളോടോ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട വിഷയങ്ങളെയാണ് ഇത്രയും വലിയ സംഘർഷമാക്കി അതിനെ മാറ്റുകയും വലിയ ആക്രമണങ്ങൾ ഉണ്ടാവുകയും ഒരാൾക്ക് ഇപ്പോൾ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തതിന് ആ തരത്തിലേക്ക് അവരവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് തീർക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ആ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്ന തരത്തിലേക്ക് കുട്ടികൾ മാറുന്നു എന്നുള്ളതാണ്. ഇത് പല സ്ഥലങ്ങളിൽ ഇപ്പോൾ കളിക്കളത്തിൽ വന്ന് തങ്ങൾ സ്ഥിരമായി കളിക്കുന്ന ടർഫ് കോർട്ടിൽ മറ്റൊരാൾ വന്നു എന്നതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു ആക്രമണം ഉണ്ടായി. 3 കുട്ടികൾ ചേർന്ന ഒരാളെ മർദ്ദിക്കുക, അയാളുടെ കർണപടം തകരുകയും ചെയ്തൊരു സംഭവം ഉണ്ടായി. അവർ 8ലും 9ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അത്തരത്തിൽ 10 വയസ്സിന്, അതായത് നമ്മൾ കുഞ്ഞുങ്ങൾ എന്ന് വിചാരിക്കുന്ന വളരെ ചെറിയ കുട്ടികൾ ആണ് ഇത്തരത്തിലുള്ള അക്രമവാസന കാണിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം സജീവമായി തന്നെ ചർച്ചയിലേക്ക് വരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഷഹബാസിനെ സംബന്ധിച്ചിടത്തോളം ഷഹബാസിന്റെ കുടുംബത്തിന് വലിയ നഷ്ടം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ ആശിച്ച് അത്രയും പ്രതീക്ഷയോടുകൂടി ഒരു മകനെ വളർത്തി 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ പോകുന്നു. അടുത്ത ദിവസങ്ങളിൽ പരീക്ഷ തുടങ്ങുകയാണ്. അത്രത്തോളം ഒരു പ്രതീക്ഷയോടുകൂടി ഒരു കുടുംബത്തിലെ രക്ഷിതാക്കൾ വളർത്തിക്കൊണ്ടുവന്ന മകനാണ് ഇന്നത്തെ ദിവസം ചേതനേറ്റ ശരീരമായി ഇപ്പോൾ അവരുടെ വീട്ടിലേക്ക് വരാൻ അല്പസമയത്തിനകം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെയുള്ളവ കഴിഞ്ഞു വരാൻ പോകുന്നു. ആ തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതായത് വളരെ ചെറിയ കാര്യത്തെ വലുതാക്കുകയും അതിൽ സംഘർഷം ഉണ്ടാവുകയും അത് കൂട്ടത്തല്ലായി മാറുകയും സംഘം ചേർന്ന് ഒരാളെ മർദ്ദിക്കുകയും പിന്നീട് അത് വലിയ പ്രശ്നമല്ല എന്ന് അവർ തന്നെ കരുതുകയും ചെയ്യുന്നിടത്തു നിന്നാണ് പിന്നീട് ഇപ്പോൾ ആ കുട്ടി മരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ഇത് ഒരാളുടെ മാത്രമല്ല, ഷഹബാസിനെ സംബന്ധിച്ച് ഷഹബാസിന്റെ കുടുംബത്തിനും ഒപ്പം തന്നെ ഈ മർദ്ദിച്ച കുട്ടികൾ ഇപ്പോൾ 5 പേർ കസ്റ്റഡിയിലുണ്ട്. അവരുടെ കുടുംബങ്ങൾക്കൊക്കെയും ഇത് വലിയ ആഘാതമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ തരത്തിലേക്ക് കുട്ടികൾ മാറുന്നതിന്റെ കാരണം എന്തെന്ന് സംബന്ധിച്ച് അധ്യാപകരും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും ഒക്കെ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. തീർച്ചയായും ലിജോ, ആത്യന്തികമായ നഷ്ടം ഈ കുടുംബങ്ങൾക്ക് മാത്രമാണ് എന്നുള്ളതാണ് സത്യം. എന്താണെങ്കിലും ഈ കുടുംബം ആദ്യം മുതൽ തന്നെ പരാതിയുമായി മുൻപോട്ട് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ മുൻപേ തന്നെ ഈ കാര്യങ്ങളെ സജീവ ചർച്ചയാക്കാനും സാധിച്ചിരുന്നു. ഈ കുടുംബം ഏത് രീതിയിലാണ് ഈ കാര്യങ്ങളോട് ആദ്യം മുതൽ തന്നെ പ്രതികരിച്ചിരുന്നത്? കുടുംബം ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നത് ഇത് ഷഹബാസിനെ സംഘം ചേർന്ന് മർദ്ദിച്ചു എന്നുള്ളതും, അതായത് വീട്ടിലിരുന്ന ആളെ വിളിച്ചു വരുത്തി ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുക, അവിടെ വെച്ച് മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതിൽ അത്തരത്തിലൊരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ വന്നിരിക്കുന്ന സന്ദേശങ്ങളിൽ പലതും നേരത്തെ തന്നെ ഷഹബാസുമായി ഇവിടെ മർദ്ദിച്ച കുട്ടികൾക്ക് നേരത്തെ തന്നെ മറ്റു തരത്തിലുള്ള നീരസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി കൂടിയാണ് അതിൽ പറയുന്നുണ്ട്. വളരെ കൃത്യമായി അതിൽ ഷഹബാസിന് തന്നെ ഈ മർദ്ദിച്ച കുട്ടികളിൽ ഒരാൾ അയച്ച സന്ദേശത്തിൽ പറയുന്നത്, എനിക്ക് നിന്നെ മർദ്ദിച്ചു, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടായത് മനസ്സിൽ വിചാരിച്ചിട്ടല്ല, പക്ഷെ ഇത് നേരത്തെ മുതൽ നിന്നോട് ഞങ്ങളുടെ വഴിയിൽ നിന്ന് മാറിപ്പോകാൻ പറയുന്നതാണ്, പക്ഷെ നീ പലപ്പോഴായി ഇത് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ആ സന്ദേശത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഇവർ തമ്മിൽ എന്തോ സംഘർഷം ഉണ്ടായിരുന്നു. ആ സംഘർഷത്തിന്റെ ബാക്കി എന്ന നിലക്കാണ് ഈ കൂട്ടത്തല്ല് ഉണ്ടായത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള നേരത്തെ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ കൂട്ടത്തല്ല് ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അത്തരത്തിലൊരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ള കാര്യം കുടുംബം ആരോപിക്കുന്നുണ്ട്. അതിനനുസരിച്ചാണ് അവർ പരാതി നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 5 വിദ്യാർത്ഥികൾ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും അത്തരത്തിൽ തന്നെ മുമ്പോട്ട് പോകുമെന്നുള്ള
എന്നുള്ളതാണ്. ഇതുവരെ പിന്നെ കൊലപാതക ശ്രമം എന്ന നിലയിലാണ് കേസെടുത്തിരുന്നത്. സ്വാഭാവികമായി ഇപ്പോൾ ഒരു കൊലപാതകമായി മാറിയിരിക്കുന്നു. ആ തരത്തിലേക്ക് പോലീസ് ഇപ്പോൾ കേസെടുക്കേണ്ടി വരും. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്. സ്വാഭാവികമായും പ്രായപൂർത്തിയാകാത്തതിനാൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡായിരിക്കും ഇവരുടെ അല്ലെങ്കിൽ ആ തരത്തിലായിരിക്കും ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് നിയമ നടപടിക്രമങ്ങൾ മുമ്പോട്ട് പോവുക. ഏതായാലും ആ തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. ഏതറ്റം വരെയും പോയി ശിക്ഷ വാങ്ങി നൽകും എന്നുള്ള നിലയിൽ തന്നെയാണ് കുടുംബം സംസാരിക്കുന്നത്. ഏതായാലും ഇതൊരു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ വർഷം തന്നെ സ്കൂൾ അവധിക്കാലത്തേക്ക് പോകുന്നതിന് മുൻപായി തന്നെ ഈ ജനുവരി മുതൽ ഇങ്ങോട്ട് വലിയ തോതിലുള്ള സംഘർഷം പലയിടങ്ങളിൽ നിന്നായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ 13ഉം 14ഉം വയസ്സുള്ള വളരെ ചെറിയ കുട്ടികൾ, അതായത് അവർ ടീനേജിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ തന്നെ വലിയ സംഘർഷത്തിലേക്ക് കുട്ടികൾ പോകുന്നു. കൂട്ടത്തല്ലായി അത് മാറുന്നു. ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. അതിലൊരു മനസ്താപം ഇല്ലാതിരിക്കുന്നു എന്നുള്ളതാണ് കുട്ടികളുടെ ഒരു പ്രവണത. അത് ഏത് തരത്തിലാണ് അങ്ങനെ ഉണ്ടാവുന്നത് എന്നുള്ളത് സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ലിജോ, എന്താണെങ്കിലും നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലപാതകത്തിനൊക്കെ ശേഷം നമ്മൾ സിനിമകളുടെ പ്രാധാന്യം ഇത്തരം കേസുകളിലുള്ളത്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസ് തുടങ്ങിയ സജീവ ചർച്ച നിൽക്കുന്ന ദിവസങ്ങളിൽ തന്നെയാണ് ഈ മുഹമ്മദ് ഷഹബാസിൻ്റെ ഈ കാര്യം കൂടി നമ്മൾ കേൾക്കുന്നത്. തീർച്ചയായും കുട്ടികളുമേൽ കൂടുതൽ ജാഗ്രത വേണ്ടുന്ന ഒരു സാഹചര്യം, അത് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്ന, അല്ലെങ്കിൽ കുട്ടികളെ കേൾക്കാനും അവരെ ശ്രദ്ധിക്കാനും കൂടുതൽ ഇടമുണ്ടാകേണ്ട ഒരു ആവശ്യകതയെപ്പറ്റി ഒന്നുകൂടി ഊന്നി പറയുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. മുമ്പ് സൂചിപ്പിച്ചല്ലോ, ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് ഇതിൽ കേസ് വരിക. 18 വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികളാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ കഴിയുന്നത്. ഇതിൽ കൂടുതൽ വിദ്യാർത്ഥികളെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള ഒരു സാഹചര്യവും ഒപ്പം തന്നെ ഒരു കേസിന്റെ മുന്നോട്ടുള്ള ഒരു പോക്കും അത് എത്തരത്തിലായിരിക്കും? ഇന്നലെ മുതലാണ് ഈ വാർത്ത, ഇത് മിനിങ്ങാന്ന് സംഭവിച്ച ഒരു കാര്യമാണ്. ഇന്നലെ മുതലാണ് ഈ വാർത്ത സജീവമായി വരുന്നത്. ആ സമയത്താണ് കുട്ടികൾ കൂട്ടത്തല്ല് നടക്കുന്ന ഒരു ദൃശ്യം പുറത്തു വരുന്നത്. ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അതോടൊപ്പം തന്നെ ആ ഘട്ടത്തിൽ ട്യൂഷൻ സെന്ററിലെ അധികാരികളുമായി ബന്ധപ്പെട്ട മൊഴിയെടുത്തതിന് ശേഷമാണ് ഈ 5 പേരെ കസ്റ്റഡിയിൽ എടുത്തതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പ്രാഥമികമായ അത്തരത്തിലാണ് ആ കാര്യം മുമ്പോട്ട് പോയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉൾപ്പെടെയുള്ള കാര്യം പോലീസ് പരിശോധിച്ചു വരികയാണെന്ന് ഇന്നലെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും ഒരാൾ ആക്രമിക്കപ്പെട്ടു, അത് ഗുരുതരമായി പരിക്കേറ്റു എന്ന നിലയിൽ നിൽക്കുമ്പോഴും ഇന്നലെ വരെ ഉണ്ടായിരുന്നതല്ല സ്വാഭാവികമായി കേസിന്റെ ഗ്രാവിറ്റി. ഇന്ന് കേസ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ആക്രമിക്കപ്പെട്ട വിദ്യാർത്ഥി മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് കൊലപാതകം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിന് കുറെ കൂടി ഗൗരവം വരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്ത് ആ തരത്തിലുള്ള കുറെ കൂടി ജാഗ്രതയോടുള്ള അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട കേസിന്റെ മറ്റു നടപടിക്രമങ്ങളും ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ കേസിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇതിൽ നിയമത്തിന്റെ കാര്യത്തിൽ സ്വാഭാവികമായും അത് ജുവനൈൽ ജസ്റ്റിസ് എന്ന നിലയിലേക്ക് തന്നെയാണ് പോവുക. അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ ആളുകളുണ്ടോ എന്നുള്ളതായിരിക്കും പരിശോധിക്കുക. മറ്റ് നിയമ നടപടിക്രമങ്ങളിലേക്കും പോലീസ് കടക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ പോലീസിന്റെ ഭാഗത്ത് ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലാണ് അവരുടെ ഇനിയുള്ള നിലപാടെന്നതും വലിയൊരു കാര്യമാണ്. അവരെ സംബന്ധിച്ച് അവർ നിരാശരായ ഒരു അവസ്ഥയിലേക്കാണ് ആ കുടുംബം, മാതാപിതാക്കൾ പോയിരിക്കുക. ഷഹബാസിന്റെ ഉമ്മയും ഉപ്പയും ഒക്കെ ആ തരത്തിലേക്ക് മാറിയിരിക്കും. ഇന്നലെ തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അത് അവരെ സംബന്ധിച്ച് അവർ ഇന്നലെ തന്നെ പറഞ്ഞിരിക്കുന്നു, പ്രതീക്ഷ വേണ്ട എന്ന് ഡോക്ടർമാർ പറഞ്ഞു എന്നത് വളരെ വൈകാരികമായി വളരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ്, അപ്പോൾ പോലും ഒരു പ്രതീക്ഷ ഉപ്പയുടെ മനസ്സിലുണ്ടായിരുന്നിരിക്കാം. പക്ഷെ അത് ഇന്നലെ രാത്രിയോടുകൂടി അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രതീക്ഷകളിൽ ഒന്നായ ഒരാൾ കൂടെ ഇല്ല എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയ നഷ്ടവും വലിയ ദുഃഖകരമായിട്ടുള്ള അവർക്ക് അത് വലിയ നഷ്ടം തന്നെയാണ്. അത് നമുക്ക് അതിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പോലും സാധിക്കാത്തതിന് അപ്പുറമായിരിക്കും അത്. കോഴിക്കോട് താമരശ്ശേരിയിൽ മർദ്ദനത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷഹബാസാണ് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്ന് ലിജോ വർഗീസ്.